ശ്രീ റെജി ലൂക്കോസ്, ഇത്രയധികം വിവാദമായ ഒരു വിഷയത്തിൽ പോലീസ് സംവിധാനങ്ങൾ മേയറെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ലല്ലോ. കാരണം കൃത്യമായി മേയറുടെ പരാതിയിന്മേൽ മാത്രം നടപടിയെടുക്കുന്നു. അവിടെ ഡ്രൈവർ യദുവിനെ മുഖവിലക്കെടുക്കുന്നതേയില്ല. അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ബസ്സിന്റെ മെമ്മറി കാർഡ് ശേഖരിക്കാനായി പോലീസ് എത്തുന്നത്. അത് അവിടെ നിന്നും ആരോ വളരെ വിദഗ്ധമായി തന്നെ നീക്കം ചെയ്തിട്ടുമുണ്ട്. പോലീസിന് അറിഞ്ഞൂടാത്ത കാര്യമൊന്നും അല്ല. 3 ദിവസം ഒരു വാഹനത്തിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെടാൻ ബാഹ്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അവിടെയും പോലീസ് പറയുന്നത് അന്വേഷിക്കും, അന്വേഷണ വിധേയമാക്കും എന്നൊക്കെ. പോലീസ് ഇവിടെ കൃത്യമായ ദിശയിൽ കൂടെ തന്നെയാണോ നീങ്ങുന്നത്? അത് പറയുന്നതിന് മുമ്പായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യം, നമ്മളൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നിരവധി നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും. അതിനകത്ത് ചിലപ്പോൾ സ്വാഭാവിക താല്പര്യങ്ങളൊക്കെ കാണും. അത് ജനത്തിന് അറിയുകയും ചെയ്യാം. പക്ഷേ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളവർ നിയമപരമായ നടപടികൾക്ക് വിധേയനാകേണ്ട വന്ന, പലതവണ ഒന്നിൽ കൂടുതൽ തവണ വിധേയനാകേണ്ട വന്ന, സ്ത്രീയെ അപമാനിച്ചതിന്റെ പേരിൽ കോടതിയിൽ കേസുണ്ടായ, പിന്നീട് ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് കൈയും കാലും പിടിച്ച് ആ കേസ് ഒത്തുതീർപ്പായെന്ന് കോടതിയിലെത്തിക്കുകയും കോടതി അയക്ക് അനുകൂലമായിട്ട് ആ ഒറ്റ കാരണത്തിന് വിധി പറയുകയും ചെയ്ത ചരിത്രമുണ്ട് ഒരു ക്രിമിനലിനെ. എങ്ങനെ ന്യായീകരിക്കാൻ തോന്നി? ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോടുള്ള ഏറ്റവും വലിയ, അവരുടെ മനോബലത്തിന് എതിരെയുള്ള ഒരു വലിയൊരു ആക്രമണമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ റെജി ലൂക്കോസ്, ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. താങ്കൾക്ക് നീതിന്യായ വ്യവസ്ഥയിലും നിയമ സംവിധാനത്തിലുമൊക്കെ വിശ്വാസമുണ്ടല്ലോ. ഒരു കോടതി തെറ്റുകാരനല്ല എന്ന് പറയുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ കേസ് പ്രതിയാണ്, ഈ ക്രിമിനലിനെ എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ താങ്കൾക്ക് എങ്ങനെയാണ് മേയറെ ന്യായീകരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നത്? താങ്കൾ പറഞ്ഞ ഒരു സ്ത്രീപീഡന കേസിലാണെങ്കിൽ അവിടെ വ്യക്തമായി തന്നെ ഏതു പറയുന്നുണ്ട്, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ആ സ്ത്രീ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നത്. തിരിച്ച് ഇയാൾ കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ടല്ല. ആ സ്ത്രീ കോടതിക്ക് മുൻപാകെ പറയുകയാണ്, ഇല്ല, ഇത് താൻ സമ്മർദ്ദത്തിന്റെ ഫലമായി നൽകിയ കേസാണ് എന്ന്. ആ ജഡ്ജി യദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവർക്കെതിരെ കേസ് എടുക്കണോ വേണ്ട എന്ന് പറഞ്ഞ് അവരെ കോംപ്രമൈസ് ആയി മാറുകയാണ്. ഇവിടെ ന്യായീകരണങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്, രാഷ്ട്രീയ പ്രേരിതവും അല്ല ചോദിക്കുന്നത്. മേയറുടെ നിലപാടിന് ഏകപക്ഷീയമായി പോലീസ് സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണോ, അധികാര ഗർവും അധികാര ധാർഷ്ട്യവും തന്നെയാണോ കാണിക്കുന്നത് എന്നാണ്. അല്ല എങ്കിലാണ് ഉത്തരമെങ്കിൽ എന്തുകൊണ്ട് യദുവിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെ നടപടി സ്വീകരിച്ചില്ല? ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം. നിങ്ങൾ 3 പേരോട് ഈ കാര്യത്തെക്കുറിച്ച് മിനിറ്റുകളോട് സംസാരിച്ചു. ഞാനൊരു ഇടതുപക്ഷ പ്രതിനിധിയാണ്. ഒരു ബ്രേക്ക് കൂടി കഴിഞ്ഞിട്ടാണ് എന്നെ നോക്കൂത്തിയായിരുത്തിട്ട് ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ തുടങ്ങിയപ്പോഴും നിങ്ങൾ ഇന്റർഫിയർ ചെയ്തു, അവതാരക. അങ്ങനെ തുടരാനുള്ള ഭാവമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഈ ചർച്ചയിൽ ഞാൻ തുടരത്തില്ല. എൻ്റെ ഒരു സുഹൃത്താണ് ശങ്കുട്ടിദാസ്, അതുപോലെ സെൻകുമാർ സാറിന്റെ സുഹൃത്ത്, അല്ലെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇവരോടൊക്കെ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു അക്ഷരം പോലും വേണ്ടാണ്ട് അവർ പറയണ മുഴുവൻ കാര്യങ്ങൾ അവർ നിർത്തിയതിനു ശേഷം എന്റെ അടുത്ത് തുടക്കത്തിൽ തന്നെ ഈ രീതിയിൽ നിങ്ങൾ പ്രസംഗമായിട്ട് വരുവാണെങ്കിൽ, ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് എന്തു വേണമെങ്കിലും പറയാം, അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ മറുവശത്ത് നിൽക്കുന്ന ഒരാളെ പഴിചാരാൻ വേണ്ടി മാത്രം ക്രിമിനൽ കേസിലെ പ്രതിയെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ അത് എന്നെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ എനിക്കതിന് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. നിലവിലെ 3 കേസുകളുടെയും നിജസ്ഥിതി എന്താണ് എന്നുള്ളത് എല്ലാ പത്രമാധ്യമ വാർത്തകളിലും വന്നിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതൊക്കെ വിടാം. റെജി ലൂക്കോസ് മുൻപ് ക്രിമിനൽ ആയിരുന്നോ, മേയർ മുൻപ് ക്രിമിനൽ ആയിരുന്നോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഈ ഒരു നടപടിയിലുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ ആരായുന്നത്. മേഡം, നിങ്ങൾ പറയുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറുപടി പറയാനായിട്ട് എന്നെ കിട്ടത്തില്ല. നിങ്ങൾ ഇനി ഇന്റർഫിയർ ചെയ്ത് എന്റെ സംസാര സ്വാതന്ത്ര്യത്തെ വിലക്കിയാൽ ഞാൻ ഇവിടെ ചർച്ചയൊന്നും ബഹിഷ്കരിക്കുന്നില്ല. ഞാൻ മൗനിയായിട്ടിരിക്കും. ദർ ഇസ് നോ ഡൗട്ട്, ദിസ് ഇസ് മൈ ഫൈനൽ വേർഡ്. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായം പറയൂ ഈ വിഷയത്തിൽ. എന്റെ അഭിപ്രായം പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് സാമാന്യ രീതിയിലുള്ള ജനാധിപത്യ മര്യാദയുണ്ട്. ചർച്ചയ്ക്ക് ഒരാളെ വിളിച്ചു വരുത്തിയിരുത്തി അയാൾ രാഷ്ട്രീയപരമായിട്ടുള്ള മറുവശത്തുള്ള ആണെങ്കിൽ അയാൾ പറയാനുള്ള കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങളുടെ അജണ്ടകൾ അടിച്ചേൽപ്പിച്ചാൽ അത്രയ്ക്കുള്ള മണ്ടന്മാരാണ് ഞങ്ങളെ പോലെ ചർച്ചയ്ക്ക് വരുന്നവര്. ഇന്നുവരെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇന്റർഫിയർ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞവരത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അയാളെ ക്രിമിനൽ എന്ന് പറഞ്ഞത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ഈ ചോദിച്ചതിന് മാത്രം മറുപടി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഒക്കെ ഒരു ക്രിമിനലിനെ പിന്നെ ഞാൻ എന്താ മഹാത്മാവായിട്ടോ മഹാത്മാഗാന്ധിയായിട്ട് ചിത്രീകരിക്കണോ? അയാളുടെ ക്രിമിനൽ പശ്ചാത്തല തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോ പറഞ്ഞൊരു മറുപടി ഇല്ലേ അവതാരക? എനിക്ക് അങ്ങയുടെ പേരറിയാത്തതുകൊണ്ടാണ് അവതാരക എന്ന് പറയുന്നത്. അല്ലെ, ഞാൻ സാറിന് അങ്ങനെ പറയാറില്ല. മാഡം ഒരു കാര്യം ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ, അയാള് കാലി പിടിച്ചിട്ടൊന്നുമില്ല. അയാള് പറഞ്ഞല്ലോ കോടതി ചെന്നപ്പം മജിസ്ട്രേറ്റ് ചോദിച്ചു ഇയാൾക്കെതിരെ ഉള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകണം. വേണ്ട, എനിക്കിങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണ് അതിനകത്ത് ഉത്തരവ്. അത് ഇയാളാണ് അവരുടെ വീട്ടിൽ ചെന്ന് കാലും കൈ പിടിച്ചതിന് ശേഷമാണ് അവര് കോടതി ചെല്ലുമ്പോൾ അയാൾക്ക് വാക്ക് കൊടുത്തനുസരിച്ച് അവർ പറഞ്ഞു എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അത് ന്യായമല്ലേ? അതിന്റെയൊക്കെ തെളിവുകൾ സഹിതം പുറത്തു വന്നു. ഈ രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യന്റെ പേരിൽ 2 അപകടകരമായ വണ്ടിയോ വാഹനം ഓടിച്ചതിന്റെ പേരിൽ
2 ക്രിമിനൽ കേസുകളുണ്ട്, FIR 2 കേസുകളുണ്ട്. ഒരു സ്ത്രീയോട് കാണിച്ചതിനെ കുറിച്ചുകൂടെ പറഞ്ഞു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ പെൻഡ്രൈവോ അല്ലെങ്കിൽ ഈ പറയുന്ന CCTVയുടെ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞതിന് മാത്രം മറുപടി പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. കാരണം എനിക്കും ഞങ്ങൾക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവനെ ന്യായീകരിക്കുന്നവരുടെ സഹോദരിക്കോ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ന്യായീകരണം ഉണ്ടാവോ? അപ്പൊ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ആര്യ രാജേന്ദ്രൻ CPMന്റെ പ്രതിനിധിയായി 21ാമത്തെ വയസ്സിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആദ്യമുള്ള ആള് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലെ ഒരു ചെറിയ കൗണ്ടിയുടെ മേയറായി 22 ദിവസത്തെ അതിനേക്കാളും ദിവസത്തെ മുമ്പ് മാത്രമേ ഉള്ളൂ. അവര് മേയറായി അപ്പോൾ മുതലേ മുറിവുറുപ്പ് തുടങ്ങിയാണ് ഇവിടെ ചില ആളുകൾക്ക്. BBC വരെ അവരെ റിപ്പോർട്ട് ചെയ്തു. മെഡിക്കി എന്ന് അവരെ തെളിയിച്ചു. ശരി.